നമ്മൾ കാണാൻ പോകുന്നത് കബഡി മത്സരമാണ്. കുട്ടികളുടെ കബഡി മത്സരമാണ് ആദ്യം കാണാൻ പോകുന്നത്. ആദ്യം കുട്ടികളുടെ കബഡി മത്സരം ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിന്റെ വിജയപരാജയം അറിഞ്ഞിട്ടേ ഉള്ളൂ യുവാക്കളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ കബഡി മത്സരം ഉണ്ടാകുള്ളൂ. ആദ്യം കുട്ടികളുടെ കബഡി മത്സരം നമുക്ക് കാണാം. போன ஆண்டு இதே மாதிரி சிறப்பாக நடந்த தைப்பொங்கல் நம்ம எல்லோரும் கலந்து கொண்டோம். இந்த ஆண்டும் பிள்ளைங்க 10 ஆள் வெளியே வந்துரு. அடுத்து இப்பொழுது ஆரம்பம். முதல் பெரியவங்களுக்கு டீமுக்கு ஆள் எடுக்கிறாங்க. கணக்க வந்துருங்க, கொஞ்சம் கணக்க போயிருங்க. பெரியவங்க டீமுக்கு ஆள் எடுக்கிறாங்க. ஐயா மற்ற ஆள் கணக்கு வந்துரு. இல்ல வரணும்னா அடுத்து வேற போட்டி மாற்றப்படும். கணக்கு வந்துருங்க பெரியவங்க. കുട്ടികളുടെ കബഡി മത്സരം ആരംഭിക്കാൻ പോവാണ്. മത്സരാർത്ഥികളെല്ലാം കഴിഞ്ഞു. കളി തുടങ്ങി. നല്ല പാടി വാടാ ആദ്യത്തെ തന്നെ ഔട്ടായി. അടുത്ത ഇവിടെ 25 ഇതാ അടുത്ത ഓപ്പോസിറ്റ് ഇവിടെ എത്തി. ആരെ ഔട്ടാക്കാൻ പറ്റിയില്ല. അവൻ മടങ്ങി. അതാ ഇവിടെ നിന്നുള്ള മത്സരാർത്ഥി അങ്ങോട്ട് പോകുന്നു. ഇല്ല, ഇവനാരെ ഔട്ടാക്കിയില്ല. അവിടുന്ന് ആള് വരുന്നു. കബഡി ഇല്ല, ഇവര് ശ്രമിക്കുന്നുണ്ട്. ഇവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇവര് കൂട്ടത്തോടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നടക്കുന്നില്ല. പരാജയപ്പെട്ടു പോകുന്നത് ഇവിടുന്ന് ഇല്ല, രക്ഷയില്ല. ഒരു ചൂടില്ല. അതെ, ആദ്യത്തെ ഒരു ഔട്ട് പോയപ്പോ തന്നെ പിടിക്കേ കയറി പിടിക്കേ. ഇല്ല പിടിച്ചു അടുത്ത ആൾ ഇവിടുന്ന്. അപ്പം രണ്ട് ഇല്ല ഇതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇവൻ അവരെ ഔട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാളെ പിടിച്ചു, ഒരാളെ ടച്ച് ചെയ്തു. ഒരാളെ ഇവൻ ടച്ച് ചെയ്തു. അപ്പം ആ ഭാഗം അതായി വീണ്ടും വരികയാണ്. ഈ വന്ന ഒറ്റയാൻ കൂട്ടത്തെ ഔട്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ കൂട്ടമാണെങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കബഡി കളി, കുട്ടികളുടെ കബഡി കളി, പൊങ്കലിനോടനുബന്ധിച്ചുള്ള വിനോദമായ കബഡി കളി കുട്ടികളുടെയാണ് നടക്കുന്നുണ്ട്. രണ്ട് കൂട്ടരിലും ഒരു കൂട്ടർക്ക് 2 പേര് ഔട്ടായി, ഒരു കൂട്ടർക്ക് ഒരാളെ ഔട്ടായുള്ളൂ. ഇതാ മത്സരം തുടങ്ങുകയാണ്. തുടർന്ന് ഒരാളെ തട്ടി, ഒരാളെ ഈ പയ്യൻ ഒരാളെ ഔട്ടാക്കി. അവിടുന്ന് ഇങ്ങോട്ട് കബഡി എന്നുള്ള പാട്ടും പാടി വരികയാണ്. ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ ടച്ച് ചെയ്തു എന്നാണ്. മൊത്തം ഔട്ടാക്കി. 3 പേരല്ലേ? 3 പേര് 3 ഔട്ടായുള്ളൂ. ഈ ഭാഗത്തു നിന്നുള്ള 3 പേര് ഔട്ട്. ഒറ്റയടി ആ ഭാഗത്ത് പയ്യന ഇതാ ഔട്ടായ ഭാഗത്തു നിന്നുള്ള ഒരു പയ്യൻ അങ്ങോട്ട് പോയിട്ടുണ്ട്.
ഇല്ല പിടിച്ചു എല്ലാവർക്കും കൂടെ കൂടി അവനെ പിടിച്ചു. ഇവൻ ഔട്ടായി. ഈ പയ്യൻ ഔട്ടായി. ഈ പയ്യൻ ഒറ്റയ്ക്ക് കയറി പിടിച്ചു ഔട്ടായി. ഒരു ടീമിന് 9 പോയിന്റും ഒരു ടീമിന് 1 പോയിന്റുമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഞാൻ കേട്ടത്. കിട്ടിയില്ല ഒന്നും നടന്നില്ല. ഒരാളെ തട്ടിയല്ലേ? ഒരാളെ തട്ടി ഔട്ടാക്കി. അത് അടുത്ത പയ്യൻ പോയി വന്നു. ആരെ ഔട്ടാക്കിയില്ല. മിക്കവാറും ഇവരെല്ലാം കൂട്ടം കൂടി കഴിഞ്ഞു. കൂട്ടം കൂടി മിക്കവാറും ഒറ്റയാനെ കീഴ്പ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. പിടിച്ചു അയ്യോ ഔട്ടായി. ഭാഗ്യത്തിന് ഒരുത്തനെ പോയുള്ളൂ. ബാക്കിയുള്ളവർ കയറി പിടിച്ചില്ല. അതുകൊണ്ട് ആ ഒരു പയ്യനെ വെളിയിൽ പോവുകയാണ്. ഇവിടെ നിന്നും അങ്ങോട്ട് പോകുന്നു. ഒരു കളം മാറുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുകയാണ്. അടുത്ത കളി തുടങ്ങി. ഒരാളെ ടച്ച് ചെയ്തെന്നാണ് ആ പയ്യൻ പറഞ്ഞ്. പോയി ശരിയാ. ഒരാളെ ടച്ച് ചെയ്തു. അടുത്തയാള് അടുത്തോട്ട് പാടിപ്പോ. കയറി പിടിക്കുമെന്നാണ് തോന്നുന്നത്. വളഞ്ഞിട്ട് പിടിക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടി അവനെ വളഞ്ഞിട്ട് പിടിക്കുമെന്ന്. അവനെ പിടിച്ചപ്പോഴത്തേക്ക് മറ്റവനെ ഇവരുടെ കൂട്ടത്തിൽ തോറ്റ് വെളിയിൽ നിന്ന് ഒരുത്തനകത്തെടുത്തു. പിന്നെ കുട്ടികളുടെ കബഡി മത്സരം പുരോഗമിക്കുകയാണ്. പിടിച്ച് അവനെ പിടിച്ച് എല്ലാവരും വേണ്ടി വളഞ്ഞു. അവൻ വെളിയിൽ നിന്ന് അകത്ത് കയറിയേ ഉള്ളായിരുന്നു. കയറിയ വന്ന ഉടനെ തന്നെ അവൻ ഔട്ടായി. എനിക്ക് തോന്നുന്നു നല്ല. അടുത്തത് അവിടുന്ന് ഒരു പയ്യൻ വന്ന് ഇപ്പറയത്ത് പിടിച്ച് வாலிபர்கள் கபடிக்குழுவை சேர்க்கலாம் என்று தெரிவிக்கப்பட்டுள்ளது. എല്ലാം പോയി. മിനിറ്റും കൂടെ ഉള്ളൂ. പിടിച്ച് ടച്ച് ചെയ്തു. ആ പയ്യനെ കൂടി അവർ കീഴ്പ്പെടുത്തി. ഇവിടുന്ന് പോയി ആ പയ്യനെ കൂടി അവർ കീഴ്പ്പെടുത്തി. പോയി
டீமுக்கு 4 பாயிண்ட், மொத்தம் 14 பாயிண்ட். பூரி டீம் இவங்க 11 டீம். டார்கெட் டீம் 11 பாயிண்ட். மாமா கொஞ்சம் பின்னாடி வாங்க மாமா. ஃபோக்கஸ் டீம் பெரியவர்களுக்கான கபடி போட்டியில் ஆள் எடுத்துக்கோங்க. നമ്മളിപ്പോൾ കാണുന്നത് കുട്ടികളുടെ കബഡി മത്സരമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ യുവാക്കളുടെ കബഡി മത്സരം ഉണ്ടാവും. പിടിച്ചു ഇനി 2 മിനിറ്റും കൂടിയേ ഉള്ളൂ. 2 മിനിറ്റും കൂടിയേ ഉള്ളൂ കളി തീരാൻ. കുട്ടികളുടെ കബഡി മത്സരം പൂർത്തിയാകാൻ 2 മിനിറ്റും കൂടിയേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോയി. ഇല്ല, ഇവൻ ആരെയും ടച്ച് ചെയ്തില്ല. അവരും ഇവനെ കയറി പിടിച്ചിട്ടില്ല. അവിടുന്ന് ഒരു മത്സരം ഇല്ല, ഇവനും ടച്ച് ചെയ്തില്ല. இது முடிந்தவுடன் வாலிபர்களுக்கான கபடி போட்டி நடைபெறும். ഇനി ഒരു മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഈ ഇവരുടെ കുട്ടികളുടെ കബഡി മത്സരം പൂർത്തിയാകാൻ ഇനി 1 മിനിറ്റ് സമയം കൂടിയേ ഉള്ളൂ. 4 பாயிண்ட் லீடிங்ல இருக்குது. ஒரு நிமிஷத்துக்கு குறைவாக உள்ளது. அதுக்கு 30 செகண்ட். ഇനി 30 സെക്കൻഡും കൂടിയേ ഉള്ളൂ കുട്ടികളുടെ കബഡി മത്സരം പൂർത്തിയാകാൻ. இளைஞருக்கான கபடி போட்டி ஆரம்பமாகும். அது முடிந்தவுடன் மாறுவேட போட்டி, பேச்சு போட்டி. അവൻ പിടിച്ചോ. 1 பாயிண்ட் டார்கெட் டீம். അടുത്ത പൂരി ടീം എല്ലാത്തിനെയും പിടിച്ച് ഔട്ടാക്കി. അങ്ങനെ കുട്ടികളുടെ കബഡി മത്സരം പൂർത്തിയായി. ഇനി ഒരാളും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പിടിച്ചു വെളിയിൽ പോയി. ടീം 19 പായിന്റ്. ടാർഗറ്റ് ടീം 12 പായിന്റ്. ഒരു ടീമിന് 19 പോയിന്റ്, മറ്റൊരു ടീമിന് 12 പോയിന്റുമായി കുട്ടികളുടെ കബഡി മത്സരം ഇവിടെ പൂർത്തിയായി. ഇനി നടക്കാനിരിക്കുന്നത് യുവാക്കളുടെ കബഡി മത്സരമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.